വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അക്ഷര. കേറ്റഡ് പരീക്ഷയ്ക്കായുള്ള പ്രിപ്പറേഷൻ എവിടം വരെ എത്തി? ഈ ഒരു പരീക്ഷ വളരെയധികം ക്രൂഷ്യൽ ആണല്ലേ. LPUP പരീക്ഷയ്ക്ക് മുൻപായി വരുന്ന കേറ്ററ്റ്, അതോടൊപ്പം തന്നെ സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് കേറ്ററ്റ് നേടിയിട്ടില്ലാത്തവരാണെങ്കിൽ കേറ്ററ്റ് നേടിയെടുക്കാനുള്ള അവസാന അവസരം കൂടിയാണിത്. അപ്പോൾ ഒരുപാട് പേര് അത്രയും ശ്രദ്ധയോടുകൂടി ക്രൂഷ്യലായിട്ടാണ് ഈ ഒരു പരീക്ഷയെ നോക്കിക്കാണുന്നത്. ഇനിയുള്ളത് കുറച്ച് ദിവസം മാത്രമാണ്. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് എങ്ങനെ നമ്മൾക്ക് കേറ്ററ്റ് നേടിയെടുക്കാം? അങ്ങനെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പഠിച്ചാൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയാണോ കേറ്ററ്റ്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേറ്ററ്റ് പരീക്ഷ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണല്ലേ. നമുക്ക് കൃത്യമായിട്ട് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു മാർക്ക് വെച്ചിട്ടുണ്ട്. ആ മാർക്ക് കടന്നു കിട്ടുക എന്നൊരു കാര്യം മാത്രമേ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. മറ്റൊരാൾ എത്ര മാർക്ക് നേടുന്നോ അല്ലെങ്കിൽ ഇവിടെ ഒരു റാങ്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. നമ്മൾ കൃത്യതയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതിയെടുക്കാവുന്നതാണ്. പലരും ചോദിക്കാറുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷ നേടിയെടുക്കാനായിട്ട് കഴിയുമോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യണം. കാരണം നമ്മൾക്കൊരു പാറ്റേൺ പിടികിട്ടും. ഇപ്പോൾ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു 4 ഓപ്ഷൻസിനെ പറ്റിയും പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യമാണെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കണം. ഈ കൺസെപ്റ്റൊക്കെ ആയിരിക്കും അടുത്ത പരീക്ഷകളിൽ മറ്റ് ചോദ്യങ്ങളായി റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. പിന്നീട് പലർക്കുമുള്ള സംശയമാണ്, എങ്ങനെ വേണം ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പഠിക്കാനായിട്ടെന്നും. ഈ ഒരു പരീക്ഷയിൽ നമ്മൾക്ക് ഇംഗ്ലീഷ്, മലയാളം പോലെയുള്ള ലാംഗ്വേജ് വരുന്നുണ്ട്, നമ്മുടെ സബ്ജക്റ്റ് വരുന്നുണ്ട്, സൈക്കോളജി വരുന്നുണ്ട്, കാറ്റഗറി അനുസരിച്ച് കൊണ്ട് നമ്മൾക്കിപ്പം സബ്ജക്ട്സ് സയൻസും സോഷ്യലും ഒക്കെ വരുന്നുണ്ട്. എങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കണമെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ്. കൃത്യമായിട്ട് നമ്മുടെ സിലബസ് നോക്കിക്കഴിയുമ്പോൾ നമ്മൾക്കറിയാം എല്ലാ ഏരിയയിൽ നിന്നും ഒരേ ഡിസ്ട്രിബ്യൂഷനിലല്ല മാർക്ക് വരുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്, ഗ്രാമർ വരുന്നുണ്ട്, പെഡഗോജി വരുന്നുണ്ട്. മൂന്നിനും ഒരേപോലെയല്ല നമ്മൾ ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതും. 3 രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടതും. കൃത്യമായിട്ട് ആ ഒരു രീതി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സ്കോറിലേക്ക് എത്താൻ കഴിയും. അതുപോലെ തന്നെയാണ് ബാക്കി സബ്ജക്ട്സും. ഇനിയുള്ള കുറച്ച് ദിവസം കൃത്യമായി സ്മാർട്ടായി പഠിച്ചുകൊണ്ട് ഈ ഒരു പരീക്ഷ ക്വാളിഫൈ ചെയ്യാനായി നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ബൂസ്റ്റർ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി 1 and 2 ബൂസ്റ്റർ കോഴ്സ് നമുക്ക് നോക്കാം. 20 മണിക്കൂർ ലൈവ് ക്ലാസ് ആണ്. 10 ദിവസം, ഓരോ ദിവസവും 2 മണിക്കൂർ, അങ്ങനെ ടോട്ടലായിട്ട് നമുക്ക് 20 മണിക്കൂർ ലൈവ് ക്ലാസ്സിലൂടെയാണ് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്കായി തയ്യാറെടുക്കാൻ പോകുന്നത്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട്സ് എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം ഒരു ഉത്തരം അങ്ങനെയല്ല നമ്മൾ പഠിക്കുന്നത്. ഒരു ചോദ്യത്തിലൂടെ ഒരുപാട് ഉത്തരങ്ങൾ, ഒരുപാട് അറിവുകൾ നേടാനായി തീർച്ചയായിട്ടും ഈ ഒരു ബൂസ്റ്റർ ക്ലാസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൂടാതെ കൃത്യമായിട്ടൊരു മോഡൽ എക്സാം, എങ്ങനെയാണോ നമ്മൾ കേറ്റഡ് പരീക്ഷ യഥാർത്ഥത്തിൽ എഴുതാൻ പോകുന്നത് അതിന് മുമ്പായി അതേ പാറ്റേണിൽ മോഡൽ എക്സാം എഴുതിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു പരീക്ഷ എഴുതാനുള്ള കോൺഫിഡൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും. എൻ്റെയർലി നമ്മുടെ ഒരു സിലബസ് അനുസരിച്ചുകൊണ്ട്, നമ്മുടെ പാറ്റേൺ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നതും. ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ യഥാർത്ഥ പരീക്ഷയെ സമീപിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് PDF ആയിട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഫോണിലോ അല്ലെങ്കിൽ ലാപ്പിലോ ഒക്കെ നോക്കി വായിക്കാനായിട്ട് പലർക്കും കണ്ണിനൊക്കെ സ്ട്രെയിൻ ഉള്ള ഒരു കാര്യമാണ്. കൃത്യമായിട്ടുള്ള PDF നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നോട്ട്സ് നിങ്ങൾക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ 20 മണിക്കൂർ ലൈവ് സെക്ഷൻ നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക്, നല്ലൊരു ക്വാളിഫയിങ് മാർക്കിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ കേറ്ററ്റ് 1 and 2 നമ്മൾ ഈ ഒരു 20 മണിക്കൂർ ലൈവ് ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞത്. അടുത്തതായി കാറ്റഗറി 3 പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള ഒരു കോഴ്സാണ് ബൂസ്റ്റർ കോഴ്സ് ഫോർ സൈക്കോളജി ക്ലാസ്. ഒരുപാട് പേര് ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ഒരു വിഷയമാണ് സൈക്കോളജി. BEdലൊക്കെ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്, പക്ഷേ കേറ്റഡ് പരീക്ഷ എഴുതാൻ ചെല്ലുമ്പോഴത്തേക്ക് സൈക്കോളജി പലപ്പോഴും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നപ്പോൾ കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ബൂസ്റ്റർ കോഴ്സിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണോ കേറ്റഡ് പരീക്ഷയ്ക്കായി സൈക്കോളജി പഠിക്കേണ്ടത് അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് 10 മണിക്കൂർ ലൈവ് ക്ലാസ് ആണ് വരുന്നത്.
കേവലം 10 മണിക്കൂർ കൊണ്ട് കേറ്റഡ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൈക്കോളജി ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട്സ് കാണും. നമുക്ക് 1 and 2 പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്തുകൊണ്ടും അതിലെ മറ്റ് ഓപ്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് മറ്റ് ആപ്ലിക്കേഷൻ രീതിയിൽ വന്നാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനിയുള്ള കുറച്ച് ദിവസം നമുക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാം. കേറ്റഡ് പരീക്ഷ അത്ര വലിയ ബാലികേറാ മലയൊന്നുമല്ല. കൃത്യതയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതിയെടുക്കാൻ കഴിയുന്ന ഒരു പരീക്ഷ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് നമ്മുടെ കഴിഞ്ഞ തവണത്തെ കേറ്ററ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. 1000-ലധികം സ്റ്റുഡൻസ് ആണ് കഴിഞ്ഞ കേറ്ററ്റ് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറുമായിട്ട് ചേർന്നുകൊണ്ട് ക്വാളിഫൈ ചെയ്ത് എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത്തവണ കേറ്ററ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ മെൻറ്റേഴ്സ് കൂടെ തന്നെയുണ്ട്. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബൂസ്റ്റർ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് വേഗം തന്നെ നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത്തവണ കേറ്ററ്റ് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.